സംഘടനാ സംവിധാനം ദുർബലമാണ് കോൺഗ്രസിന്റേതെന്ന് പരസ്യമായി അവർക്ക് സമ്മതിക്കേണ്ടി വരും. ചേലക്കരയിൽ അവർക്ക് ഇത്തവണ രമ്യ ഹരിദാസിനെ ജയിപ്പിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനാവശ്യമായ പണിയെല്ലാം കോൺഗ്രസ് അവിടെ എടുത്തിട്ടുണ്ട്. എല്ലാ വിഭാഗങ്ങളിലേക്കും ഇറങ്ങിച്ചെന്ന് പിന്തുണ ഉറപ്പാക്കേണ്ട ഇടങ്ങളിൽ അത് പിന്തുണ ഉറപ്പാക്കി വോട്ടർമാരെ എണ്ണം ചേർത്തു. 6000 വോട്ടർമാരെയെങ്കിലും ചേർത്തിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട മുതിർന്ന നേതാക്കളെ തന്നെ അവിടെ ചുമതല ഏൽപ്പിച്ചു. അത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു. മാത്രമല്ല UR പ്രദീപിന് കഴിഞ്ഞ തവണ MLA ആയിരുന്ന സമയത്ത് കിട്ടിയ 10,000 വോട്ട് എന്ന് പറഞ്ഞ UDF ഭരണവിരുദ്ധ വികാരമാണ് അവിടെ പ്രകടമായത്. അല്ല, പക്ഷേ എപ്പോഴും അവിടെ ഈ ചേലക്കര മൊത്തത്തിൽ നമ്മൾ പഠിച്ചു നോക്കുമ്പോഴത്തേക്കും എപ്പോഴും അവിടുത്തെ ഈ ഫിനിഷിംഗിലേക്ക് എത്തുന്ന സമയത്ത് ഒരു കുതിച്ചുചാട്ടമുണ്ട് CPM-ന്റെ. ആ കുതിച്ചുചാട്ടത്തിലാണ് അവർ മുന്നിലെത്തുന്നത്. ഇപ്രാവശ്യം രമ്യ നന്നായി ഫൈറ്റ് ചെയ്തു എന്നുള്ള ഇത്ര സംശയമില്ല. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 4000-3000 വോട്ടിലാണ് ചേലക്കരയിൽ വിജയിച്ച് വരുന്നത് CPM എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ പോലും അത് കോൺഗ്രസിന്റെ ഒരു സക്സസ് ആണ്. കാരണം 28 വർഷമായിട്ട് കോൺഗ്രസ് സംബന്ധിച്ചിടത്തോളം ബാലികേറാമലയായിരിക്കുന്ന ആ ഒരു മണ്ഡലത്തിൽ 177 ബൂത്തുകളെയും ചലിപ്പിച്ചുകൊണ്ട് ഒരു സംഘടനാ സംവിധാനം പ്രവർത്തിച്ച് ശരിയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് 2024 ഈ ഉപതെരഞ്ഞെടുപ്പിൽ നമ്മൾ വലിയ പ്രതീക്ഷയോട് BJP വലിയ മുന്നേറ്റം നടത്തും പാലക്കാട് എന്ന് പറയുന്നത്? അത് പിന്നെ ഈ ശ്രീധരൻ അവിടെ കാഴ്ചവെച്ച 2021 ഫൈറ്റ് തന്നെയാണ്. 3857 എന്ന് പറയുന്ന വോട്ടിൽ അവിടെ പിടിച്ച് കെട്ടി ഷാഫിയെ എന്നുള്ളതാണ്. ജയിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ല, ശരിയാണ്. പക്ഷേ BJP ഇപ്പോൾ വിചാരിക്കുന്നത് എന്താണ്? അതൊരു വലിയ കുതിച്ചുചാട്ടമാണ്. ഇനി അവിടുന്ന് ഒരു അല്പം ദൂരം കൂടി മുന്നോട്ട് പോകാം. ആ അർത്ഥത്തിലാണ് നമ്മൾ ചേലക്കരയും കാണുന്നത്. പക്ഷേ ചേലക്കര പ്രവചനാതീതമാണ്. നമ്മളിപ്പോൾ ഒന്നും തീരുമാനിക്കേണ്ട. ചേലക്കരയിൽ ആകെ UDF-ന് അനുകൂലമായി അല്ലെങ്കിൽ LDF-നെ എഴുതി തള്ളണം എന്ന രീതിയിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ പോലും അവിടെ രമ്യ ഹരിദാസിന് 5000-ന്റെ ഒരു പിന്നിൽ നിൽക്കുകയാണ്. കെ രാധാകൃഷ്ണന്റെ പിന്നിലാണ് നിന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അതാണല്ലോ നമ്മുടെ ഏറ്റവും ഒടുവിലത്തെ ഡാറ്റ. 2021, 2016 അതിനേക്കാളും ലേറ്റസ്റ്റ് ഡാറ്റ അനുസരിച്ചും 5000-ന്റെ ഒരു ഡിഫറൻസ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ രമ്യ ഹരിദാസിന് ഒരുപക്ഷേ UR പ്രദീപിന്റെ ലീഡ് കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞേക്കാം. പക്ഷേ ഇടതുകോട്ടകളിൽ വിള്ളൽ വീഴ്ത്തിക്കൊണ്ട് ചേലക്കര ജയിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് സാധിക്കുകയാണെങ്കിൽ അത് രമ്യ ഹരിദാസ് എന്ന് പറയുന്ന രാഷ്ട്രീയ വ്യക്തി വലിയ മൈലേജ്. BJP അവകാശപ്പെടുന്ന ഒരു കാര്യമുണ്ട്. അവിടുത്തെ ദളിത് വോട്ടുകളിൽ വിള്ളൽ വീഴ്ത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന്. അതായത് CPM-ന് പൊക്കൊണ്ടിരിക്കുന്ന വോട്ടിൽ ഒരു ഭിന്നിപ്പുണ്ടാക്കി അത് BJP-ക്ക് നേടാൻ കഴിഞ്ഞു. അത് സ്മൃതി, കേരളത്തിൽ ഉടനീളം അത് സംഭവിക്കുന്നുണ്ട്. ചേലക്കര മാത്രമല്ല. അതാണ് ഇന്നലെ സുരേന്ദ്രൻ സംസാരിക്കുമ്പോൾ പറയുന്ന ഒരു കാര്യം വെച്ചാൽ ഈ SC/ST വോട്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ CPM-ന്റെ പരമ്പരാഗത വോട്ട് ബാങ്കാണ്. ആ വിഭാഗത്തിന്റെ വോട്ട് BJP-യിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് CPM-നെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ്. ഒരു കാര്യം കൂടി പറയാം. ഇപ്പോൾ സുജയ പറഞ്ഞ ആ ഡാറ്റ ഉണ്ടല്ലോ, അതായത് 2024 നമ്മുടെ കയ്യിലുള്ള ഡാറ്റ, അത് 1900 വോട്ടിന്റെ നമുക്ക് 6000 എന്ന് റൗണ്ട് ചെയ്യാം. ഈ 6000 പിടിക്കണ്ട, 3001 പിടിച്ചാൽ മതി രമ്യ ഹരിദാസ്. 3001 പിടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്ത് 3000 കുറഞ്ഞല്ലോ, പിന്നെ ഒരു വോട്ടിന്റെ വ്യത്യാസം ജയിക്കണം. അപ്പം യഥാർത്ഥത്തിൽ കോൺഗ്രസ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒരു 4000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതൽ പിടിക്കുകയാണ് എങ്കിൽ അട്ടിമറി. SDPI-യുടെ പിന്തുണ അല്ലെങ്കിൽ മുസ്ലിം വോട്ടുകൾ അതെങ്ങനെയാണ് ചേലക്കരയിൽ റിഫ്ലക്ട് ചെയ്യുന്നത്? PV അൻവറിന്റെ കാര്യം നമ്മൾ വിട്ടുപോകുന്നുണ്ട്. അവിടെ PV അൻവറിന്റെ കേസ് എന്ന് പറഞ്ഞാൽ അവിടെ 5000 വോട്ടിന് മേലേക്ക് PV അൻവർ പിടിക്കാതെ എവിടുന്ന് വരുന്ന വോട്ട് എന്നുള്ളത് UDF-ന് ഡാമേജ് ചെയ്യുന്നുള്ളത് മാത്രമല്ല. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം പ്രദീപിന് കിട്ടിയ 10000 വോട്ട് ഇപ്രാവശ്യം പാർലമെന്ററി ഇലക്ഷന്റെ സമയത്ത് 5000 വോട്ട് മാത്രമേ ഷോർട്ടേജ് രമ്യ ഹരിദാസിനുള്ളൂ. അപ്പൊ 5000 വോട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ലോക്സഭാ ഇലക്ഷൻ ഈ പറഞ്ഞ ചേലക്കര മണ്ഡലത്തിൽ 24,000 വോട്ടിന്റെ ലീഡ് രമ്യ ഹരിദാസിന് അവിടെ ഉണ്ട്. 2019 25,000 വോട്ട്. അപ്പം ചേലക്കരയ്ക്ക് ശരിക്കും പറഞ്ഞാൽ രമ്യ ഹരിദാസിനെ മറ്റുള്ള മണ്ഡലങ്ങൾ ഒഴിവാക്കിയിട്ടില്ല. എപ്പോഴും ഒരു തൊട്ട് തലോടി പോയിക്കൊണ്ടിരുന്ന മണ്ഡലമാണ്. അപ്പൊ പിടിച്ചെടുക്കൽ വളരെ എളുപ്പമാണ് രമ്യയെ സംബന്ധിച്ചിടത്തോളം. അതെ, അല്ല, അത് ഞാൻ പറയുന്നത് CPM പോലും അവർക്ക് അത്ഭുതകരമായ വിജയം 1996 മുതൽ 2024 വരെ ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുള്ളപ്പോഴും അതിനകത്ത് രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞ ഫാക്ടർ വളരെ പ്രധാനപ്പെട്ട. ഞാനൊരു കാര്യം പറയട്ടെ, ചേലക്കര ഇലക്ഷൻ കഴിഞ്ഞു, പോൾ ചെയ്ത് കഴിഞ്ഞു. നമുക്ക് വോട്ട് ചെയ്യിപ്പിക്കേണ്ടത് പാലക്കാട്ടുകാരെയാണ്. പാലക്കാട്ട് 100% പോളിംഗിലേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ പ്രതിനിധികൾ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ട്. അതെ, പാലക്കാട്ടേക്ക് നമുക്കൊന്ന് പോകണം. ചേലക്കര നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം.